അതിനുള്ള കോൺഫിഡൻസും നമുക്ക് തന്നത് ബിൽഡ് വേൾഡാണ്. അതാണ് ആ കാണുന്ന പ്രോഗ്രസ് സ്പീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഓരോ ദിവസം മാറ്റം അവിടെ കാണാൻ പറ്റും. ഓരോ ദിവസം ആ പ്രോഗ്രസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ബിൽഡ് വേൾഡായിട്ടുള്ള കൊളാബറേഷൻ, നമ്മളുടെ ഡെവലപ്പേഴ്സ്, നമ്മുടെ ബിൽഡേഴ്സ്, അവരാണ് അതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. അതൊരു ലോങ് റൺ കൊളാബറേഷൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം മീൻ റാക്ക് വില്ലേജിലോട്ടും അതിൻ്റെ എക്സ്പാൻഷനിലോട്ടൊക്കെ വരുന്ന സമയത്ത് ആളൊരു കംപ്ലീറ്റ് വിഷണറി ആയിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ബിൽഡറാണ് ഫിറോസ്ഖാനാണ് ബിൽഡ് വേൾഡ് ഹെഡ് ചെയ്യുന്നത്, ബിൽഡ് വേൾഡിൻ്റെ CEO. പുള്ളിക്കാരൻ ആക്ച്വലി അറൗണ്ട് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭൂരിഭാഗം പുറത്ത് വിഷണറി ആയിട്ടുള്ള പല പ്രൊജക്റ്റുകളിലും പാർട്ടായിട്ടുള്ള, ഇപ്പോൾ ഇൻക്ലൂഡിങ് സൗദിയിലെ പല പ്രൊജക്റ്റുകൾ, ജിദ്ദ എയർപോർട്ടിൽ ഒരു ടെക്നിക്കൽ ഹെഡായിട്ട് ആൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹെഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് US കമ്പനീസുമായിട്ടും അതുപോലെ തന്നെ ഒരു വലിയ ബിഗ്ഗർ സ്കൈ സ്ക്രാപ്പേഴ്സ് പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പേർട്ട് ഗൈ. നമുക്ക് ഇന്നിവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള ബിൽഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റ്, വിഷണറി ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടത് ഫിറോസ് ഖാൻ തന്നെയാണ്, ബിൽഡ് വേൾഡിനെയാണ്. ആ ബിൽഡ് വേൾഡിൻ്റെ റീസെൻറ്റ് പ്രൊജക്ട്സൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ TRA by MPS ആണെങ്കിലും, മെറാ നാച്ചുറൽ പാർക്ക് ആണെങ്കിലും, ഷെഫ് ലബൻ ആണെന്നുണ്ടെങ്കിലും, ആൻഡ് അത്രയും സ്കെയിലുള്ള ബിഗ്ഗർ പ്രൊജക്ട്സുകളാണ് അവർ ചെയ്തിട്ടുള്ളതും. ആൻഡ് ടൈംലി മാനറിൽ അവരത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ തീർക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കോൺഫിഡൻസും നമുക്ക് തന്നത് ബിൽഡ് വേൾഡാണ്. അതാണ് ആ കാണുന്ന പ്രോഗ്രസ് സ്പീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഓരോ ദിവസം മാറ്റം അവിടെ കാണാൻ പറ്റും. ഓരോ ദിവസം ആ പ്രോഗ്രസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ രാത്രിയും പകലും പണി നടക്കുന്നുണ്ട്. ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പുറത്ത് നമ്മൾ ദുബായിലും അതുപോലെ പല സ്ഥലങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ആ സിസ്റ്റം അവിടെയുണ്ട്, ആ പ്രൊഫഷണലിസം അവിടെയുണ്ട്. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ദാറ്റ്, നമ്മളിപ്പോൾ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കവിടെ നല്ല രീതിക്ക് അവിടെ വർക്കായി എന്നുള്ളതാണ് അതിലുണ്ടായിരുന്ന ബെനിഫിറ്റ്സ്. സോ ആളും ഈ പറഞ്ഞ പോലെ ഇത്രയും ലാൻഡ്മാർക്കായിട്ടുള്ള, ഇത്രയും വിഷണറി ആയിട്ടുള്ള, കാലിക്കറ്റ് വരുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കൈ സ്ക്രാപ്പറിൽ ഇത്രയും ഹൈലൈറ്റ് സീയിങ് വരുന്ന, ഇത്രയും ഹൈലൈറ്റ് ലാൻഡ്സ്കേപ്പിൽ വരുന്ന, അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വരുന്നൊരു പ്രൊജക്റ്റ്. ആൻഡ് ഇതിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ആദ്യത്തെ ഫേസ് 1 ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ദാറ്റ്സ് വൈ അവരും നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്തതും